ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അർണസ് കിച്ചൺ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കനെ കൊണ്ടുള്ള ഒരു അടിപൊളി ഡിഷുമായിട്ടാണ്. പയ്യോളി ചിക്കൻ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ചപ്പാത്തിയുടെയും ചോറിനൊപ്പം എല്ലാത്തിനും ഒപ്പം ഒരു അടിപൊളി കോമ്പിനേഷനാണ് പയ്യോളി ചിക്കൻ. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ ഇതുവരെ അർണസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ആദ്യമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ പയ്യോളി ചിക്കൻ ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതെന്നും പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ അരക്കിലും ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ വലിയ പീസ് ചിക്കനാണ് എടുത്തത്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഒരു 12-13 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് വേവിച്ച് വെച്ചതാണ്. ഇത് നന്നായിട്ട് തണിഞ്ഞ ശേഷം നമുക്ക് ഈ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഈ മുളകൊന്ന് നന്നായിട്ട് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല ചൂടുണ്ട്, കുറച്ച് തണിയുന്ന നേരം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ മുളകെല്ലാം നമുക്ക് വെള്ളം എടുക്കാതെ മുളക് മാത്രം മാറ്റിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പയ്യോളി ചിക്കൻ നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ വെളുത്തുള്ളി ഇടാത്ത ചിക്കനാണ് നമ്മൾ ചെയ്യുന്നത്. ചിലവർ ചിക്കനിൽ വെളുത്തുള്ളിയൊക്കെ ഇടും. ഞാനിവിടെ വെളുത്തുള്ളി ഉപയോഗിക്കുന്നില്ല, ഇഞ്ചിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കിതിന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാണ് ഞാൻ അരച്ചെടുത്തത്. കണ്ടോ, ഇടയ്ക്ക് ചെറിയൊരു മുളകിൻ്റെ കുരുവൊക്കെ ഉണ്ടാവും. അതാണ് കുറച്ച് ടേസ്റ്റ്. ഫുള്ളായിട്ട് നന്നായിട്ട് അരയേണ്ട. അപ്പോൾ ഞാൻ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതാണ്. കുറച്ച് ലെമണൊക്കെ പിഴിഞ്ഞിട്ട് ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി വെച്ചതാണ് ചിക്കൻ. അപ്പോൾ നമുക്കൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മുളക്, കാശ്മീരി മുളകിൻ്റെ മസാല നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് ഒരു 2.5 സ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. കാരണം ഈ പയ്യോളി ചിക്കൻ മെയിൻ എന്ന് പറഞ്ഞാൽ തേങ്ങയാണ്. തേങ്ങ നമ്മൾ വറുത്തിട്ട് നേരിട്ട് ഇടുകയാണ് ചിക്കനിലേക്ക് ചെയ്യുന്നത്. അതാണ് ഈ പയ്യോളി ചിക്കന് ഒരു ടേസ്റ്റ്, കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ആ തേങ്ങയുടെ ഒരു ഇതാണ്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉപയോഗിക്കുന്ന ചിക്കൻ മസാലയാണ്. 2 സ്പൂൺ ചിക്കൻ മസാല ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ ഗരം മസാല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കാരണം ഈ മസാല എല്ലാം ചിക്കനിനുള്ളിൽ പിടിക്കണം. നമുക്കതുകൊണ്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് 1/2 മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ചിക്കൻ ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന്
ഒരു ഭാഗം ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ എല്ലാം ചിക്കൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ചിക്കനെല്ലാം പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ ഫ്രൈ ചെയ്ത് അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഇനി തേങ്ങ ഫ്രൈ ചെയ്യുന്നത് നിൽക്കുന്നത്. അതിനോട് ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലൊരു അരമുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നേരത്തെ അരച്ചു വെച്ച മുളകിൻ്റെ മസാല, കാരണം നേരത്തെ അരച്ചു വെച്ച കാശ്മീരി മുളകിൻ്റെ മസാല ഞാൻ തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ബാക്കിയുള്ള ഫുൾ മസാല തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി തേങ്ങയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത് അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങയുടെ ഒരു പച്ചയൊന്ന് മാറുന്നവരെ ഒന്ന് വിട്ട് നിൽക്കുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ കളറൊന്നും ആവണ്ട, നല്ല ബ്രൗൺ കളറൊന്നും ആവണ്ട. ഈ പച്ച ഇതൊക്കെ ഒന്ന് മാറിയിട്ട് ഇതിൻ്റെ പാലൊക്കെ വെലിഞ്ഞിട്ട് ഒന്ന് വിട്ട് നിൽക്കുന്ന രീതിയിലായിരിക്കണം തേങ്ങ നമ്മൾ വറുത്തെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയിലെ പാലൊക്കെ വറ്റി വെളിച്ചെണ്ണയൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പാകം. അപ്പോൾ ഏകദേശം നമ്മുടെ തേങ്ങ നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് കൂടി ഒന്നുകൂടി നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം തേങ്ങ. അതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ തേങ്ങയിലേക്ക് ചിക്കനിലേക്ക് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിരുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 2 കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പയ്യോളി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ചിക്കനിൽ മസാലയൊക്കെ നന്നായിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പയ്യോളി ചിക്കൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. ഇപ്പോൾ ഫ്ലെയിമില്ല, നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.